തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന കാനാടിക്കാവ് ക്ഷേത്രം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുട്ടിച്ചാത്തനായ വിഷ്ണുമായയാണ്. കൂടാതെ 320-ലധികം കുട്ടിച്ചാത്തന്മാരെയും ഇവിടെ ആരാധിക്കുന്നു. പരമ്പരാഗതമായി വിഷ്ണുമായയെ ആരാധിക്കുന്ന ഈഴവ സമുദായമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഐതിഹ്യമനുസരിച്ച് പരമശിവൻ ഒരിക്കൽ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്നും മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായത്രേ. ശബ്ദത്തിൻ്റെ ഉടമയെ തേടിയെത്തിയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച പരമശിവൻ അവളോട് ഇഷ്ടം തോന്നി. പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിച്ചു. കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും പറഞ്ഞു. മാത്രവുമല്ല, കൂളിവാക മുൻജന്മത്തിൽ ശ്രീ പാർവതിയുടെ തോഴിയാണെന്നും പറഞ്ഞു. മുൻജന്മത്തിൽ കൂളിവാക ശ്രീ പാർവതി അറിയാതെ ബാലഗണേശനെ മുലയൂട്ടുകയുണ്ടായി. ഇതറിഞ്ഞ പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ഡാലകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി. ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയുടെ കാൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി. കോപം മാറിയ ദേവി കൂളിവാകയോട് പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രന് മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാവുമെന്ന് വരം നൽകി. മുൻജന്മ കഥ പറഞ്ഞ ശേഷം കൂളിവാകയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോവാൻ പറഞ്ഞു. അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകയായി ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോകുകയും വേൾച്ചയിലിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് 316 കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു. നല്ലതും പൊട്ടയുമായ ഒരുപാട് ചാത്തന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇളയവനാണ് വിഷ്ണുമായ. ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെ നൽകുകയും ചെയ്തു. കരിങ്കുട്ടിച്ചാത്തന് കാളയെയും കൊടുത്തു. ശ്രീ പാർവതി ഈ 2 കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടി കൂളിവാകയുടെ സംരക്ഷണത്തിൽ വളരുകയും ചെയ്തു. ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി. ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. തൻ്റെ വാഹനമായ പോത്ത്, കാള എന്നിവയുടെ പുറത്തിരുന്ന് വനത്തിൽ ചുറ്റി നടന്നു. തൻ്റെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിന ആഘോഷ ചടങ്ങിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്നും പറയുകയും ചെയ്തു. അങ്ങനെ അവർ തൻ്റെ മാതാപിതാക്കളെ കൈലാസത്തിൽ പോയി കാണാൻ ഉപദേശിക്കുകയും ചെയ്തു. കൈലാസത്തിലെത്തിയ അവരെ അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ കവാടത്തിൽ വെച്ച് തടഞ്ഞു. ചാത്തൻ അകത്തേക്ക് പോകാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയായി ധരിക്കുകയുണ്ടായി. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് വളരെ സന്തോഷമാകുകയും തൻ്റെ ആരാധനമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ രൂപം മായയായി സ്വീകരിച്ചതിനാൽ ചാത്തൻ വിഷ്ണുമായ എന്ന് പേര് നൽകുകയും ചെയ്തു. മാത്രവുമല്ല, ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുമുള്ള ആയോധന വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും ജലധരൻ എന്ന അസുരനെ കൊല്ലാനുള്ള സൂത്രവും ഉപദേശിച്ചു. പിന്നീട് ചാത്തൻ
3 ലോകവും കീഴടക്കിയ ജലധരനെ പോരിന് വിളിക്കുകയും തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിന് രൂപം കൊള്ളുകയും ജലധരനെ വധിക്കാനായി പിന്നാലെ പോകുകയും ചെയ്തു. ജലധരൻ 3 ലോകത്തും പലയിടത്തും ഓടിയൊളിക്കാൻ തുടങ്ങി. അവസാനം അവൻ കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തേക്ക് വന്ന ജലധരൻ വധിക്കപ്പെടുകയും ചെയ്തു. സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ ചാത്തന് താമസിക്കാൻ താല്പര്യം പഴയ ഗോത്രവർഗക്കാരാണ് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുകയും ചെയ്തു. കുട്ടിച്ചാത്തന്മാർ വളർത്തമ്മയായ കൂളിവാകയെ ബൃഹാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ബൃഹാസുരനെയും അവൻ്റെ സേനയെയും തൻ്റെ സഹോദരനായ കരിങ്കുട്ടിയെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധത്തിൽ ചാത്തൻ്റെ വിരലിൽ മുറിവേറ്റു. മുറിവിൽ നിന്നും നിലത്ത് വീണ രക്തത്തിൽ നിന്നും 400 കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി. ബൃഹാസുരൻ ഉപയോഗിച്ച 10 ബ്രഹ്മാസ്ത്രങ്ങളും 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹത്യ നടത്തുകയും ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയും ഇല്ലാതെയാക്കുകയും ഭഗവാൻ ചാത്തൻ സ്വാമി തൻ്റെ കുറുവടികൾ ഉപയോഗിച്ച് മൃഗാസുരനെ വധിക്കുകയും ചെയ്തു. കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു. കുട്ടിച്ചാത്തൻ ശിവന്റെയും വിഷ്ണുമായയുടെയും മകനാണ് എന്ന് ചില ഐതിഹ്യങ്ങളിൽ കാണാം. വടക്കൻ മലബാറുകളിൽ ശിവനും പാർവതിയുടെയും മകനായും ചില ഐതിഹ്യങ്ങളിൽ കാണാം. അമർത്ത ദേവന്മാർക്കും അസുരന്മാർക്കും പങ്കുവയ്ക്കാനായി മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അവതാരം കൊണ്ടിട്ടുണ്ട്. ഈ സ്ത്രീവേഷത്തിന് വിഷ്ണുമായ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ചാത്തനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ ഇങ്ങനെയാണ്. പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളുമായി ഭൂമിലോകത്തേക്ക് പള്ളിനായാട്ടിന് വരികയും മഹർഷി വര്യന്മാർക്കും ജനങ്ങൾക്കും നാശം വരുത്തുന്ന അസുരന്മാരെയും കാട്ടുമൃഗങ്ങളെയും നശിപ്പിച്ച് ക്ഷീണത്താൽ കുളിക്കുന്നു എന്ന കാനനത്തിൻ്റെ അരികിലുള്ള കാട്ടാറിൽ സ്നാനം ചെയ്ത് വിശ്രമിക്കുമ്പോൾ കാട്ടാറിൻ്റെ ഒരു ഭാഗത്ത് അർദ്ധനഗ്നയായ നീരാടുന്ന കൂളിവാക എന്ന കാട്ടുസ്ത്രീയെ കാണുകയും അവളുടെ അങ്കണ്യാവസ്ഥയിൽ ആകർഷണനായ ഭഗവാൻ അവളുമായി രതിക്രീഡകൾ ചെയ്യണമെന്ന് തോന്നി കൂളിവാകയുടെ അരികിൽ ചെന്ന് തൻ്റെ ഇംഗിതം അറിയിക്കുകയും ചെയ്തു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട മാത്രയിൽ തന്നെ കൂളിവാകയ്ക്ക് ഭഗവാനെ മനസ്സിലാക്കുകയും ഞാൻ ദിവസവും പൂജിക്കുന്ന ദേവി പാർവതിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി. ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങിയാൽ പാർവതി ദേവിയുടെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ധർമ്മസങ്കടത്തിലായ കൂളിവാക ഭഗവാനോട് ഒരു കള്ളം പറഞ്ഞു. ഞാൻ ഇപ്പോൾ അശുദ്ധിയാണെന്നും 7ാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് ഭഗവാന്റെ ആഗ്രഹം സാധിച്ചു കൊള്ളാം. ഉടൻ കൂളിവാക പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. തൻ്റെ പരമഭക്തിയായ കൂളിവാകയ്ക്ക് വന്നതായ വിഷമത മനസ്സിലാക്കിയ ദേവി കൂളിവാകയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി കൂളിവാകയോട് അരുൾ ചെയ്തു, കൂളിവാകെ, 7ാം ദിവസം നീ പറഞ്ഞ സ്ഥലത്ത് നിന്റെ വേഷത്തിൽ ഞാൻ ചെന്നുകൊള്ളാം. 7ാം ദിവസം കൂളിവാക പറഞ്ഞ സ്ഥലത്ത് പാർവതി ദേവി ചെല്ലുകയും കൂളിവാകിയാണെന്ന് കരുതി പാർവതി ദേവിയുമായി ഭഗവാൻ രതിക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്തു. തൻ്റെ ഭർത്താവ് തന്നെ കണ്ടാൽ
തിരിച്ചറിയാതിരിക്കുവാൻ മായാരൂപനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പാർവതി ദേവി മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ കൃപയാൽ പാർവതി ദേവിയെ ഭഗവാൻ പരമശിവൻ തിരിച്ചറിയുവാൻ കഴിഞ്ഞതുമില്ല. രതിക്രീഡകൾക്ക് ശേഷം ഭഗവാൻ കൂളിവാകയോട് പറഞ്ഞു, എൻ്റെ ബീജത്തിൽ നിന്ന് ഉത്തമനും ത്രിലോകങ്ങൾക്ക് രക്ഷകനുമായ പുത്രൻ ജനിക്കും. ഉടൻ പാർവതി ദേവി ശിവബീജം 2 കാട്ടുകനികളിലായി നിക്ഷേപിക്കുകയും ഒരു കനി കാട്ടാറിൻ്റെ തീരത്ത് കുഴിച്ചിടുകയും മറ്റേ കനി കൂളിവാകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഈ കനി നീ കഴിച്ചാൽ നിനക്ക് ഉത്തമനായ പുത്രൻ ജനിക്കും എന്ന് വരം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂളിവാക ഗർഭിണിയാകുകയും പ്രസവ സമയത്ത് വേദനയാൽ വിഷമിക്കുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തൻ്റെ വയറ്റിൽ കിടക്കുന്ന ശിശു പുറത്തു വരണമെന്ന് സങ്കടപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്തു. ഉടൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ മായയാൽ കൂളിവാകയ്ക്ക് ഒരു കുഞ്ഞ് പിറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാർവതി ദേവി കുഴിച്ചിട്ട കനിയിൽ നിന്ന് കനി പിളർന്ന് 390 മായാചാത്തന്മാർ പിറക്കുകയും ചെയ്തു. കൂളിവാക തൻ്റെ മകനെ ചാത്തൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുകയായിരുന്നു. മറ്റ് മായാചാത്തന്മാരോടൊപ്പം വളർത്തുകയും ചെയ്തു. കൂളിവാക മകനെ ആയുധാഭ്യാസങ്ങൾ ശീലിപ്പിക്കുന്നതിനും ആചാരപ്രകാരം നാമകരണത്തിനും വേണ്ടി കൈലാസത്തേക്ക് കൊണ്ടുചെന്നു. കൂളിവാകയെ കണ്ട മാത്രയിൽ പരിഭ്രമിച്ച ഭഗവാൻ പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ വിളിച്ച് പാർവതി ദേവി കാണാതെ കൂളിവാകയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇതെല്ലാം കാണുകയായിരുന്ന പാർവതി ദേവി തൻ്റെ ശക്തിയിൽ പിറന്ന മകനെ കാണാൻ വരികയും ഭഗവാനോട് നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. എല്ലാം മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ തൻ്റെ മകനെ മടിയിലിരുത്തി ചരട് കെട്ടുകയും വിഷ്ണുവിൻ്റെ മായയാൽ പിറന്ന നിനക്ക് വിഷ്ണുമായ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അതോടൊപ്പം പാർവതി ദേവി മകനെ എല്ലാ വരങ്ങളും ശക്തികളും നൽകി. ശത്രുക്കളെ നിഗ്രഹിക്കാനായി 3 ചാൺ നീളമുള്ള 2 കുറുവടികൾ കൊടുക്കുകയും ചെയ്തു. കൈലാസത്തിലെ ഏറ്റവും വലിയ മഹിഷത്തെ പരമശിവൻ തൻ്റെ മകനെ വാഹനമായി കൊടുക്കുകയും ചെയ്തു. 390 മായാചാത്തന്മാരെയും വിളിച്ച് മകൻ്റെ കാര്യങ്ങൾക്കും രക്ഷകരായും ആജ്ഞാപ്രവൃത്തികളും ഉണ്ടായിരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. സത്യധർമ്മ പരിപാലനത്തിനായി ഭൂലോകത്തേക്ക് ചാത്തൻ വിഷ്ണുമായെ അനുഗ്രഹിച്ച് വിടുകയും ചെയ്തു. മേൽപ്പറഞ്ഞ കഥയിൽ കനിയിലുണ്ടായ 390 മായാചാത്തന്മാരിൽ മൂത്ത സഹോദരനാണ് കരിങ്കുട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായും കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടി ആടുന്നു. മായാവിദ്യകളിൽ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ പെരിങ്ങോട്ടുകരയിൽ തൃശ്ശൂരിൽ നിന്ന് 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ.